അപ്പോൾ കെ സുധാകരനെ പോലെ ഇവിടെ രണ്ടത്താണയും ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ചാടണോ പാണോ വേണ്ടേ എന്നുള്ള ആ ഒരു അധികാരമോഹത്തിന് വേണ്ടിയിട്ടേ അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സുധാകരന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇദ്ദേഹത്തിന് 4 തവണ സീറ്റ് കൊടുത്തു, അവസരം കൊടുത്തു, 2 തവണ അദ്ദേഹം ജയിച്ച്. അങ്ങനെ സ്വന്തം കയ്യിലിരിക്കുന്ന സീറ്റാണ് അദ്ദേഹം കളഞ്ഞു കുളിച്ചത്. എന്നിട്ടാണ് ഇനിയിപ്പോൾ മൂപ്പർക്ക് വേറൊരു സീറ്റ് വേണം, അതല്ലെങ്കിൽ തിരൂരങ്ങാടിയിൽ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അതിനും വേണ്ടിയിട്ട് വിലപേശം നിൽക്കുന്നത് പാർട്ടിയുമായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പുറത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഈ ജാതി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസികമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പുറത്ത് ഏത് പാർട്ടിയിലാണെങ്കിലും ശരി, ആ പാർട്ടിയിൽ നിൽക്കാൻ അവർക്ക് അർഹതയില്ല. ഇനിയിപ്പോൾ എന്ത് പാലാണ് തേനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഏതായാലും ജനങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഏതായാലും പുറത്തു പോകുക. അരി പാകത്തിനുള്ള വേവാണെങ്കിൽ നമുക്ക് ഭക്ഷണമാക്കാം. കുറച്ച് വേവ് അധികമായി കഴിഞ്ഞാൽ നമുക്കത് കഞ്ഞിയാക്കിയിട്ട് കുടിക്കാം. വീണ്ടും വേവ് അധികമായി കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് പുറത്ത് തള്ളുകയേ പാകമുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പാത്രം കൂടി നാശമാകും. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആളുകളെ പുറത്ത് വലിച്ചെറിയാം. ഓക്കെ ബൈ. പുറത്ത് കളയാം. അങ്ങനെയുള്ള ആളുകൾ പോട്ടേന്ന്. വേറെ എത്ര ആളുകളുണ്ട്, പോണവർ പോട്ടെ. ഓക്കെ ബൈ.